back to Zala Learning. It's me, Sri Bhama SB. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലടാ. അപ്പൊ ഇതാ വെക്കേഷൻ കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി ബാക്ക് ടു സ്കൂൾ അല്ലേ? ഇനി ഇതാ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയാച്ച നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഒരു ഫോമിലോട്ട് തിരിച്ചു വരാനുള്ളതാണ്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫില് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മിസ്സിന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താടാ? നമ്മൾ അടിപൊളിയായിട്ട് ജനലും വാതിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെ? നമ്മൾ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഷൈനിങ്ങോട് കൂടിയിട്ട് അടിപൊളിയായിട്ടായിരിക്കും കാണാനുണ്ടാവുക. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അതിന് എന്ത് മാറ്റം വരും? ചെറുതായിട്ട് അത് നമ്മൾ തുരുമ്പിച്ചു അല്ലെങ്കിൽ റസ്റ്റിംഗ് സംഭവിച്ചു എന്ന് നമ്മൾ പറയും അല്ലെ? ഈ പറയുന്ന നല്ല ഭംഗിയുള്ള ഷൈനിങ് അപ്പിയറൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും. എന്താണ് അതിന്റെ റീസൺ? എന്തുകൊണ്ടാണ് റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കുന്നത്? എന്താണ് ഇതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ അറിഞ്ഞിരിക്കണം. അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പ്രശ്നമുള്ള ഒരു കാര്യമാണ് അല്ലെ? എല്ലാവരും അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്, റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. സോ നോക്കിക്കോടാ, റസ്റ്റിംഗ് ഓഫ് അയണിന്റെ കേസില് let's get back to the rusting. This is one of the change that affect iron particles and slowly destroy them. Since the iron is used to making bridge, ship, car, truck, bodies and many other articles, the monetary loss due to rusting is huge. കാരണം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ അയേൺ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഈ കപ്പലിലായിക്കോട്ടെ, ഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ വെഹിക്കിൾസിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിൻഡോസിലായിക്കോട്ടെ, ഡോറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അയേൺ എന്ന് പറയുന്നത്. മെറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പല സമയത്ത് റസ്റ്റിംഗ് സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ റസ്റ്റിംഗ് സംഭവിക്കുന്നത് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ? ഓക്സിജനും വാട്ടറും ആണ്. എപ്പോഴും മോയ്സ്ചർ ആയിട്ടുള്ള കണ്ടന്റ് വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നറിയോ? ഈ മോയ്സ്ചർ കണ്ടന്റ് പെട്ടെന്നായിട്ട് റിയാക്ട് ചെയ്യും അവരുമായിട്ട്, എന്ന് വെച്ചാൽ വാട്ടർ കണ്ടന്റുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ ഓക്സിജന്റെ പ്രസൻസ് കൂടെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അയേൺ എന്തായിട്ട് മാറും എന്നറിയോ? ഓക്സൈഡ്, അയേൺ ഓക്സൈഡ് അഥവാ റസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇതേപോലെ the process of iron rusting can be represented by iron reactor with oxygen O2 from the air. Air already oxygen ഉണ്ടല്ലോ, സോ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പ്ലസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത റസ്റ്റ് എന്ന് പറയുന്ന അയേൺ ഓക്സൈഡ് Fe2O3 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റെഡി അല്ലടാ? ഫോർ റസ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ ഈസ് എസെൻഷ്യൽ. അപ്പൊ റസ്റ്റിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടെന്നാ പറയുന്നത്? വാട്ടർ ആൻഡ് ഓക്സിജന്റെ പ്രസൻസ് അവിടെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അവിടെ റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഒരു ഇരുമ്പാടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കത്തി നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് ആലോചിച്ച് നോക്കുക, അത് കുറെ കാലം ഇങ്ങനെ വെറുതെ പുറത്തിരുന്ന് നമ്മൾ ഈ വെള്ളം ഓക്സിജനായിട്ടും വെള്ളം കണ്ടന്റും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, വാട്ടർ കണ്ടന്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇൻഫാക്ട് ഇഫ് ദ കണ്ടന്റ് ഓഫ് മോയ്സ്ചർ എയർ ഈസ് ഹൈ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് മോർ ഹ്യൂമിഡ് ആൻഡ് റസ്റ്റിംഗ് ഓഫ് അയേൺ ഫാസ്റ്റർ ആയിട്ട് നടക്കാനുള്ള സാധ്യത ഈ ഹ്യൂമിഡിറ്റിയില് അല്ലെങ്കിൽ ഹ്യൂമിഡ് കണ്ടീഷൻസില് അത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. റെഡി? അപ്പൊ നമുക്ക് ഇതിനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്കത് പ്രിവെന്റ് ചെയ്യേണ്ടേ? എങ്ങനെയാ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? നമ്മളത് എങ്ങനെ തടയുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ, നമുക്ക് പെയിന്റ് അടിക്കാം. നമ്മൾ എപ്പോഴും പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടില്ലേടാ? എന്തിനാ മക്കളെ പെയിന്റ് അടിക്കുന്നത്? നമ്മൾ വെറുതെ അടിക്കുന്നതല്ല, കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല, ഈ റസ്റ്റിംഗ് ഓഫ് അയണിനെ തടയാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പെയിന്റിങ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഗ്രീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഗ്രീസും ഓയിലൊക്കെ നമ്മൾ യന്ത്രത്തിന്റെ മെഷീൻസിന്റെ പല ഭാഗത്തും കൊണ്ട് ഒഴിക്കാനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണെടാ? റസ്റ്റിംഗ് ഓഫ് അയൺ തടയാൻ വേണ്ടിയിട്ടാണ്. സോ പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ. വൺ ഓഫ് ദി സിമ്പിൾ വേസ് അപ്ലൈ ദ കോട്ട് ഓഫ് ദ പെയിന്റ് ഓർ ഗ്രീസ്. ഇൻ ഫാക്ട് ദിസ് കോട്ട് ഷുഡ് ബി അപ്ലൈഡ് റെഗുലർലി ടു പ്രിവെന്റ് റസ്റ്റിംഗ്. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, കോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പെയിന്റിങ് ഒരു വട്ടം പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കോട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നമുക്ക് നമ്മുടെ ഇരുമ്പ് ഇത്രയും നമ്മൾ വില കൊടുത്ത് ചെയ്യുന്ന കാര്യം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? സോ അനദർ വേ ഈസ് ഡെപ്പോസിറ്റ് എ ലെയർ ഓഫ് മെറ്റൽ ലൈക്ക് ക്രോമിയം, സിങ്ക് or iron.
ഓൺ അയൺ. അയണിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും കോട്ട് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു മെറ്റൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ടല്ലേ ആദ്യം റസ്റ്റിങ് സംഭവിക്കുക. അപ്പൊ നമ്മുടെ അയൺ എന്തായിരിക്കും? സേഫ് ആയിരിക്കും. സോ അതുപോലെ സിങ്കും ക്രോമിയം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ കോട്ടിങ് ചെയ്തിട്ടും ഒരു പരിധി വരെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാൽവനൈസേഷൻ ഓഫ് അയൺ ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്താണ് മക്കളെ ഗാൽവനൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഗാൽവനൈസേഷൻ അയൺ ഇസ് നോട്ട് യൂസ് ടു മേക്കിംഗ് ഫുഡ് cans because zinc ions are poisonous. So the process of depositing a layer of zinc on iron, അയേണിന്റെ മുകളിൽ സിങ്കിന്റെ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു ലെയർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ സിങ്കിനായിരിക്കും ആദ്യം തന്നെ റസ്റ്റിങ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ദ അയേൺ പൈപ്സ് വി യൂസ് ഇൻ അവർ ഹോംസ് മേ ക്യാരി വാട്ടർ ഗാൽവനൈസ് ടു പ്രിവെന്റ് റസ്റ്റിംഗ്. നമ്മുടെ അവിടെ പോകുന്ന ഇരുമ്പിന്റെ ഒക്കെ പൈപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇരുമ്പിന്റെ മറ്റു പല വേറെ വെള്ളമൊക്കെ പോകുന്ന കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള പൈപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിന് മുകളിൽ സിങ്ക് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഓഫ് ദാറ്റ് ഈസ് ഗാൽവനൈസേഷൻ റിയാക്ഷൻ നടന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, റസ്റ്റിംഗ് ഓഫ് അയൺ ഇക്വേഷൻ പഠിച്ചു, ആൻഡ് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കേസും എന്താണ് അതിന്റെ റീസൺ എന്ന് പഠിച്ചു. ഈ 3 കാര്യം പഠിച്ചു വെച്ചാൽ ആ ഒരു പോർഷനിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാം. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. സോ അതുവരേക്കും ബൈ ബൈ ഡിയേഴ്സ്, സീ യു.